ഹായ് ഗായ്സ്, വെൽക്കം ടു എജുപോഡ്സ് മൈക്രോബിറ്റ് സീരീസ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. മൈക്രോബിറ്റ് സീരീസ് നമ്മൾ വളരെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അതിൻ്റെ PDF കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സോ ആദ്യത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ്. ആ സെറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യണം. നോട്ട്സ് കിട്ടാത്തവരാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ആണ്. സോ എന്താ സെറ്റ് എന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഡെഫിനിഷൻ ഒന്നും നമ്മളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല, കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരുപാട് സെറ്റുകൾ പറയും, ആ സെറ്റുകളുടെ പ്രത്യേകത ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് n എന്ന് പറഞ്ഞാൽ എന്നിന്റെ കൂടെ ഒരു വര കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. z എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്, 0. r എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സിന്റെയും കളക്ഷൻ. അതായത് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ അതൊക്കെ റിയൽ നമ്പർ ആയിട്ടാണ് വരിക. ഇൻഡിജേഴ്സ് റിയൽ നമ്പർ ആയിരിക്കും, നാച്ചുറൽ നമ്പേഴ്സും റിയൽ നമ്പർ ആയിരിക്കും. അറിഞ്ഞിരിക്കുക, ആ 3 ലെറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി ഒരു സെറ്റിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ 2 ഫോമുകൾ യൂസ് ചെയ്യാറുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് സെറ്റ് ബിൽഡർ ഫോം ആൻഡ് സെക്കൻഡ് വൺ ഈസ് റോസ്റ്റർ ഫോം. നിങ്ങൾ ആദ്യം ഈ റോസ്റ്റർ ഫോം നോക്കിക്കോ. എന്ന് പറയുന്ന സെറ്റ് 2 3 5 7 എന്ന് എഴുതിയിട്ടുണ്ട്. സെറ്റ് നിങ്ങൾ എഴുതുന്ന സമയത്ത് എപ്പോഴും കേളി ബ്രാക്കറ്റ് വേണം, നമ്പേഴ്സ് ഇങ്ങനെ കോമട്ട് റെപ്രസെന്റ് ചെയ്യണം. അതാണ് റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ കേളി ബ്രാക്കറ്റ് വേണം. പക്ഷേ ഇവിടെയുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ നമ്പേഴ്സ് അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ബന്ധം വെച്ചിട്ടായിരിക്കും പറയാം. 2 3 5 7 ഇതെന്താ ആക്ച്വലി? ഇവിടെ നോക്കിക്കേ, അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10നേക്കാളും കുറവുള്ള പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഏതൊക്കെ വരും? 2 3 5 7. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതിന് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. അത് നമ്മൾ കോമ ഇട്ടിട്ട് ആ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് റോസ്റ്റർ ഫോം എന്ന് പറയും. ഈസി കാര്യം. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സെറ്റ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ് ഉണ്ട്. അതിൽ ആദ്യത്തത് എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ്. ഒരു സെറ്റിൽ ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ അതിന് നമ്മൾ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇതാണ് ഫൈ. ഇതിനെ നമ്മൾ ഫൈ എന്ന് പറയും. അല്ലെങ്കിൽ വെറുതെ 2 കേളി ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, ഒന്നും ഇടണ്ട, അതിൻ്റെ ഉള്ളിൽ ഒരു എലമെന്റും വേണ്ട. ദാറ്റ് ഈസ് നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. ഇനി അടുത്തത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിന് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. ഇതൊരു സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിളാണ്. ഇതൊരു സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിളാണ്. -a എന്ന് പറഞ്ഞത് വെറുതെ കൊടുത്തു, ഒക്കെ ഒരു സിംഗിൾട്ടൺ സെറ്റാണ്. ഇനി അടുത്തത് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫൈനൈറ്റ് സെറ്റിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുകയാണ് 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു. അപ്പൊ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ വരിക? എണ്ണം 100. ഇനി നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കൃത്യമായിട്ട് എണ്ണി പറയാൻ പറ്റും? ഇല്ല. അങ്ങനത്തെ സെറ്റുകളെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമുക്ക് എണ്ണി കൃത്യമായിട്ട് പറയാൻ പറ്റും അതിലെ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് ഈക്വൽ സെറ്റ്. 2 സെറ്റുകൾ ഈക്വൽ ആകണമെങ്കിൽ ആ സെറ്റുകളിലെ എലമെന്റ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് ഞാൻ ഒരു സെറ്റ് ഇവിടെ എഴുതി, AB എന്ന് പറയുന്ന 2 എലമെന്റ്സ് ഉള്ള സെറ്റ് എഴുതി. ഇതിന് ഈക്വൽ ആയുള്ള ഒരു സെറ്റാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്, BA. ഇത് രണ്ടും ഈക്വലാണ്, കാരണം ഇതിലുള്ള എയും ബിയും ഈ സെറ്റിലും ഉണ്ട്. അപ്പോൾ ഈ 2 സെറ്റും ഈക്വൽ ആണെന്ന് പറയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് സബ്സെറ്റും യൂണിവേഴ്സൽ സെറ്റും. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് സെറ്റുകൾ ഉണ്ടാവും. ആ സെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. കൂടാതെ ബാക്കിയുള്ള എല്ലാ സെറ്റുകളും ആ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകളുമായിരിക്കും. അപ്പോൾ സബ്സെറ്റ് എന്താണെന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും. ഒരു സെറ്റ് എയും ബിയും 2 സെറ്റുകൾ എടുത്തു. എ ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ വേണം. എക്സാമ്പിൾ പറഞ്ഞുതരാം. എ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന്റെ ഒരു സെറ്റ്, ബി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് റൂം എന്ന് പറയുന്ന ആ ഒരു സെറ്റ്. അപ്പൊ നിങ്ങൾ നോക്ക്, എ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ്. ആ എ എന്ന് പറയുന്ന ക്ലാസ്സിലെ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും എല്ലാ ആൾക്കാരും ബി എന്ന് പറയുന്ന നിങ്ങളുടെ ആ സെറ്റിലുള്ളതല്ലേ? അതെ, എ എന്ന് പറയുന്നത് ബോയ്സിന്റെ സെറ്റാ ആൻഡ് ബി എന്ന് പറയുന്നത് ക്ലാസിന്റെ മൊത്തം സെറ്റാ. അപ്പൊ ക്ലാസ്സിലുള്ള ബോയ്സ് ക്ലാസ്സിലുള്ളത് തന്നെയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ബി സൂപ്പർ സെറ്റ് ഓഫ് എ എന്നും പറയും കേട്ടോ. ബി സൂപ്പർ സെറ്റ് ഓഫ് എ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യും. സിമ്പിൾ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനെ പറ്റി പറയുമ്പോൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക യു എന്നാണ്, ക്യാപിറ്റൽ യു. ബാക്കിയുള്ള എല്ലാ സെറ്റുകളും യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. തന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സെറ്റും അതായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഒരു യൂണിവേഴ്സൽ സെറ്റാന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ്സെറ്റുകൾ നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ +1 നിങ്ങളുടെ സയൻസ് ക്ലാസ്, +1 കൊമേഴ്സ് ക്ലാസ്,
+1 ഹ്യൂമാനിറ്റീസ് ക്ലാസ് 3 സെറ്റുകളായില്ലേ? ആ 3 സെറ്റുകളിലെയും എല്ലാവരും നിങ്ങളുടെ യു എന്ന് പറയുന്ന നിങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു സെറ്റിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കാർഡിനൽ നമ്പർ എന്താണെന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സെറ്റിൽ ഞാൻ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3 എന്ന് പറഞ്ഞ് എഴുതി എന്ന് വിചാരിച്ചോ. എ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ എൻ ഓഫ് എ എന്നുള്ളതാണ് കാർഡിനൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 3. അപ്പോൾ എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 3. അതാണ് കാർഡിനൽ നമ്പർ. നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എൻ ഓഫ് ദാറ്റ് സെറ്റ്. ഇനി അടുത്തത് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെൻ ഡയഗ്രാം ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളൊരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എങ്ങനെ വെൻ ഡയഗ്രാം വരയ്ക്കാം? വെൻ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് യൂണിവേഴ്സൽ സെറ്റ് വേണം, ബാക്കിയുള്ള ചെറിയ ചെറിയ സെറ്റുകൾ വേണം. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലും ബാക്കിയുള്ള എല്ലാ സെറ്റിനെയും നമ്മൾ ഇങ്ങനെ ചെറിയ സർക്കിൾസ് ആയിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെൻ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, വരയ്ക്കാനൊക്കെ പഠിച്ചിരിക്കണം. ഇനി ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. ഈ ഓപ്പറേഷൻസ് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ വെൻ ഡയഗ്രാം പറഞ്ഞുതരാം. ഫസ്റ്റ് ഓപ്പറേഷൻ ആണ് യൂണിയൻ. എ യൂണിയൻ ബി. എയും ബിയും 2 സെറ്റ് ആണെന്ന് വിചാരിച്ചു. ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് എഴുതണം കേട്ടോ നിങ്ങൾ. എ എന്ന് പറയുന്ന സെറ്റ് 1 2 ആണ്, ബി എന്ന് പറയുന്ന സെറ്റ് 3 4 ആണെങ്കിൽ ഈ 2 സെറ്റിലെയും എല്ലാ എലമെന്റ്സും ഒരുമിച്ച് എഴുതുന്നത്. അപ്പോൾ ആദ്യത്തതിൽ 1 2, രണ്ടാമത്തതിൽ 3 4. ഈ എല്ലാ എലമെന്റ്സും ഒരുമിച്ച് എഴുതിയാൽ അതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുക. എ യൂണിയൻ ബിയും ഒരു സെറ്റ് ആയിരിക്കും. സിമ്പിൾ. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സും എടുക്കുക, അതിൽ കോമൺ ആയിട്ട് വരുന്നത് ആരാണെന്ന് നോക്കുക. എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ് ഒക്കെയാണ്. അതിനെയാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുക. ഡിസ്ജോയിന്റ്, ഈ വേർഡ് ഓർത്ത് വെക്കണം. 2 സെറ്റുകൾ ഡിസ്ജോയിന്റ് ആണെങ്കിൽ അത് രണ്ടിലും ഒരു കോമൺ എലമെന്റ് ഉണ്ടാകില്ല. അതായത് എ ഇന്റർസെക്ഷൻ ബി 5 ആയിരിക്കും, നൾ സെറ്റ് ആയിരിക്കും, കോമൺ എലമെന്റ്സ് ഉണ്ടാകില്ല. എ ഇന്റർസെക്ഷൻ ബി 5 ആണെങ്കിൽ എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണെന്ന് നമ്മൾ പറയും. ഈസി കാര്യമാണ്. ഇനി ഇതിന്റെ വെൻ ഡയഗ്രാം ഒക്കെ കാണിച്ചു തരാം. ഇത് നോക്കി, എ ബി ആൻഡ് ഇത് യു എന്ന് പറയുന്ന സെറ്റാണ്. ഈ 2 സെറ്റിലെയും എല്ലാ എലമെന്റ്സും വരണം അല്ലേ? അപ്പോൾ ഈ 2 സെറ്റ് മൊത്തം ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? എ യൂണിയൻ ബി കിട്ടി. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി നോക്കിക്കോ, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി. അതല്ലേ ഇന്റർസെക്ഷൻ ബി? എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിന്റെ വെൻ ഡയഗ്രാം. ഇത് നോക്ക്, ഡിസ്ജോയിന്റ് സെറ്റിന്റെ വെൻ ഡയഗ്രാം. എയും ബിയും ഉണ്ട്, ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല, കാരണം അതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും വരുന്നില്ല. അപ്പോൾ ഡിസ്ജോയിന്റ് സെറ്റിന്റെ വെൻ ഡയഗ്രാം നമ്മൾ ഇങ്ങനെ വരയ്ക്കുക, 2 ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഓക്കെയാണ്, ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ സംഭവമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു തരും. അതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്, ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ മൈനസ് ബി എന്ന് എഴുതാം. എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എ മൈനസ് ബി. അപ്പോൾ എന്താ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ? നമ്മൾ എഴുതുന്നത് ഒരു സെറ്റ് ആയിരിക്കും എ മൈനസ് ബി. ആ സെറ്റിലെ എല്ലാ എലമെന്റ്സും എയിൽ വേണം, പക്ഷെ ബിയിൽ ഉണ്ടാകരുത്. എയിൽ ഉണ്ടാകണം, ബിയിൽ ഉണ്ടാകരുത്. എയിൽ ഉണ്ടാകണം, ബിയിൽ ഉണ്ടാകരുത്. അതാണ് എ മൈനസ് ബി. എ എന്ന് പറയുന്ന സെറ്റ് ഒരു 1 2 3 4 ആണെന്ന് വിചാരിച്ചോ. എ ഈസ് ഈക്വൽ ടു 1 2 3 4. ബി എന്ന് പറയുന്ന സെറ്റ് ഒരു 1 2 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിലുള്ളത് ബിയിൽ ഉണ്ടാകരുത്. അപ്പോൾ 3ഉം 4 ആണ് എയിലുള്ളത് ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് വരുന്നത്. അപ്പോൾ ഇതാണ് എ മൈനസ് ബി. സിമ്പിൾ ആണ്. ഇനി അടുത്തത് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക എന്റെ മുകളിൽ ഒരു വര, എ കോംപ്ലിമെന്റ്. ആക്ച്വലി എന്താ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? ഇത് യു മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ സെറ്റ് മൈനസ് ചെയ്താൽ, എ എന്ന് പറയുന്ന സെറ്റ് മൈനസ് ചെയ്താൽ ആ സെറ്റിന്റെ കോംപ്ലിമെന്റ് കിട്ടി, എ കോംപ്ലിമെന്റ്. ഓർത്ത് വെക്കണേ, യു മൈനസ് എ. സിമ്പിൾ. ഇനി നിങ്ങൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഇത് പഠിച്ചു വെക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു ആയിരിക്കും. ആൻഡ് എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. 5 കോംപ്ലിമെന്റ് ഈക്വൽ ടു യു ആയിരിക്കും. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. ആൻഡ് യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 5. ഇതൊക്കെ നിങ്ങൾക്ക് വെൻ ഡയഗ്രാം ഒക്കെ വരച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കട്ടോ. എല്ലാം ഒന്നും കാണാതെ പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്തത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കാനുള്ളത് ഈ ഇന്റർവെൽ നൊട്ടേഷൻസ് ആണ്. അത് പറയുന്നതിന് മുമ്പ് ഈ റിസൾട്ടുകൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. വെരിഫൈ ചെയ്യാൻ ചോദിക്കും. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. സിമ്പിൾ ആണ്. ഇനി ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡിമോർഗൻസ് ലോ എന്നൊക്കെ നമ്മൾ പറയും. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. രണ്ടും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്റർവെൽ നൊട്ടേഷൻ. എന്ത് ഇന്റർവെൽ നൊട്ടേഷനാണ്? നമ്മൾ ആക്ച്വലി റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും, ഒരു വരം കൂടി ഇട്ട് കൊടുക്കും. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് ഒരു റിയൽ നമ്പർ ലൈൻ. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി വരും ആൻഡ് ഇവിടെ ഇൻഫിനിറ്റി വരും. ഇങ്ങനെയല്ലേ നമ്മൾ റിയൽ നമ്പർ ലൈൻ വരയ്ക്കാം, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ റിയൽ നമ്പർ ലൈനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, ശ്രദ്ധിക്കണേ, ഈ റിയൽ നമ്പർ ലൈൻ നമ്മൾ എന്തിനാണ് റിയൽ നമ്പർ ലൈൻ പഠിക്കുന്നത്?
നമ്മൾ റിയൽ നമ്പർ ലൈൻ ഇങ്ങനെ വരയ്ക്കും, അതായത് നമ്പർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഒരു റിയൽ നമ്പേഴ്സിൽ ഒരു സ്പെസിഫിക് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചു. അതായത് ഒരു സബ്സെറ്റ്, റിയൽ നമ്പറിൻ്റെ ഒരു സബ്സെറ്റ്. അതിനെ നമുക്ക് ഇൻ്റർവെൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതേപോലെ ഈ നമ്പർ ലൈൻ ആയിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ റിയൽ നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു രീതി രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സെറ്റ് ബിൽഡർ ഫോമും ഒന്ന് ഇൻ്റർവെൽ ഫോമും അതേപോലെ തന്നെ നമ്പർ ലൈനും. ഇത് മൂന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇതാ ഒരൊറ്റ ലൈൻ വരച്ചു കൊടുത്താൽ മതി, -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇനി നോക്കും എക്സ് സച്ച് ദാറ്റ്, ഇതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. എക്സ് എയോ എയേക്കാൾ കൂടുതലോ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് കൊടുക്കുക. ഇനി എനേക്കാളും കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് പോവുക. ആൻഡ് എന്നെ എടുത്ത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എയും അതിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ്. അപ്പോൾ എനെ നിങ്ങളൊന്ന് ഡാർക്ക് ചെയ്യണം, ഡാർക്ക് ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി, അതിനേക്കാളും കൂടുതലുള്ള വാല്യൂസ്. ഇനി അടുത്തത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ബിയോ ബിയേക്കാൾ കുറവോ ആയിട്ടുള്ള വാല്യൂസ്. അപ്പോൾ അതാ -ഇൻഫിനിറ്റി വരെ വരാം. ഓക്കെ, അതൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് 4 എണ്ണമാണ്. ഇനി എക്സ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ -ഇൻഫിനിറ്റി ടു ബി വരും. ആൻഡ് ഇവിടെയാണ് ബി വരിക, കാരണം ബീൻ്റെ അടുത്ത് ഹോളാണുള്ളത്. അപ് ടു ഇൻഫിനിറ്റി വരെ, -ഇൻഫിനിറ്റി വരെ കേട്ടോ. റെഡി. ഇനി അടുത്തത് ഈ 4 എണ്ണം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റിന് നമ്മൾ ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്താൽ ഇങ്ങനെയാണ്. ഞാൻ റിയൽ നമ്പർ ലൈൻ വരച്ചിട്ട് ഇവിടെ 2ഉം 3ഉം മാർക്ക് ചെയ്തു. ഈ 2ൻ്റെയും 3ൻ്റെ ഇടയിലുള്ള നമ്പേഴ്സൊക്കെ റിയൽ നമ്പേഴ്സൊക്കെ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എത്ര റിയൽ നമ്പേഴ്സ് ഉണ്ടാകും 2ൻ്റെയും 3ൻ്റെ ഇടയിൽ? ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ ഫോമുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്ക്, എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇവിടെ എക്സിൻ്റെ പ്രത്യേകത എന്താ? എക്കാൾ കൂടുതലായിരിക്കും ബിയേക്കാളും കുറവായിരിക്കും, എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. എക്സ് എന്ന് പറയുന്നത് എനേക്കാളും കൂടുതലും ബിയേക്കാളും കുറവായിട്ടുള്ളത് ആൻഡ് എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എയുടെയും ബിയുടെയും നടുവിലുള്ള വാല്യൂസ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഇതിങ്ങനെ ഒരു നമ്പർ ലൈൻ പോവുകയാണെങ്കിൽ ഇവിടെ എ കൊടുക്കും, ഇവിടെ ബി കൊടുക്കും. അപ്പോൾ അതാ എയും ബിയും രണ്ടും ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇനി രണ്ടും ഇൻക്ലൂഡഡ് അല്ലെങ്കിലോ? രണ്ടും ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്കുക, ഓപ്പൺ ബ്രാക്കറ്റ്. ഇതാ ഓപ്പൺ ബ്രാക്കറ്റ് എ ബി. അപ്പോൾ ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. സിമ്പിൾ അല്ലേ? എക്സ് ഒക്കെ എവിടെ ഉള്ളതായിരിക്കും? റിയൽ നമ്പേഴ്സിലുള്ളതായിരിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ എ ഇൻക്ലൂഡഡ് ആ, ക്ലോസ്ഡ് എ ഓപ്പൺ ബി. ഇവിടെ നോക്ക്, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ഓപ്പൺ എ ക്ലോസ്ഡ് ബി. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോം നിങ്ങൾക്ക് കാണാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മളുടെ ഈ മൈക്രോബീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഇനിയും ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ബൈ.